ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് 0 to 8 month ബേബീസിന്റെ ബേബി ഡെവലപ്മെന്റൽ ടോയ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഓരോ മാസത്തിലും ബേബി ഡെവലപ്മെന്റിനായി ചൂസ് ചെയ്യേണ്ട ടോയ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേബി ഡെവലപ്മെന്റിനായിട്ടുള്ള ബെസ്റ്റ് ടോയ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ബേബി മൈൽ സ്റ്റോൺസ് ആയിരുന്നു. ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് മന്തിലൊക്കെ ടോയ്സ് ഒന്നും അല്ല ബേബീസിന് വേണ്ടത്. ഏറ്റവും കൂടുതൽ വേണ്ടത് പാരൻസിന്റെ പ്രസൻസ് തന്നെയാണ് കേട്ടോ. സോ നമ്മൾ തന്നെയാണ് അവരുടെ ബെസ്റ്റ് ടോയ്സ്. 3 month ഓൾഡ് ബേബീസിന് ഡെവലപ്മെന്റിനായി യൂസ് ചെയ്യുന്ന ടോയ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 month ഓൾഡ് ബേബീസിന് ഹൈ കോൺട്രാസ്റ്റ് ടോയ്സ് കൊടുക്കുന്നത് നല്ലതാണ്. അവരുടെ വിഷൻ ഡെവലപ്പ് ആവുന്ന ഒരു ടൈമാണിത്. ഹൈ കോൺട്രാസ്റ്റ് ടോയ്സ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോയ്സ് അല്ലെങ്കിൽ റെഡ് കളർ ടോയ്സ് ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ നല്ലതാണ്. അടുത്ത് വരുന്നത് ഹാങ്ങിങ് ടോയ്സ് ആണ്. ഹാങ്ങിങ് ടോയ്സ് ബേബീസിന് ഒബ്ജക്റ്റ് ഒക്കെ അവരുടെ ഐസ് കൊണ്ട് ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് വിഷ്വൽ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യാനും ബേബീസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ടൈമിൽ ഹാങ്ങിങ് ടോയ്സ് മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അടുത്തതാണ് കിലുക്ക്. കിലുക്കിൻ്റെ സൗണ്ട് ബേബീസിന് ഒത്തിരി ഇഷ്ടമാവുന്ന ഒന്നാണ്. വാങ്ങുമ്പോൾ എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കിലുക്കൊക്കെ മേടിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ബേബീസിൻ്റെ കുഞ്ഞു കൈകൾക്ക് പിടിക്കാനും എളുപ്പം, അതുമല്ല കുറച്ച് സേഫുമാണ്. അതവരുടെ ഫേസിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുറിയാതിരിക്കാനും സോഫ്റ്റ് ടോയ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. 4th മന്തിലാണ് ബേബീസ് ടീത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടീത്തിങ് ടോയ്സ് മസ്റ്റ് ഹാവ് ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു ടൈമിൽ വാങ്ങുമ്പോൾ എപ്പോഴും സിലിക്കോൺ ടീത്തർ മേടിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു മോണയൊക്കെ മുറിയാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അടുത്തതായി മിറേഴ്സ് ആണ് കേട്ടോ. ബേബീസിന് അവരുടെ ഫേസ് കണ്ണാടി കാണാൻ വലിയ ഇഷ്ടമാണ്. നെക്സ്റ്റ് വൺ സോഫ്റ്റ് ടോയ്സ് ആണ് കേട്ടോ. ടെഡി ബിയേഴ്സ്, പിന്നെ പല പല അനിമൽസിൻ്റെ ടോയ്സ് ഒക്കെ കിട്ടുമല്ലോ. ബേബീസിന് എപ്പോഴും വേരിയസ് ടെക്സ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. അടുത്തതായി നമുക്ക് ആക്ടിവിറ്റി ജിം മാറ്റ് കാണാം. ഇതൊരു 4-5 months ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ജിം മാറ്റ് ബേബീസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. ആക്ടിവിറ്റി ജിം മാറ്റിൽ ഹാങ്ങിങ് ടോയ്സും മ്യൂസിക്കൽ ബോക്സും ഒക്കെ ഉള്ളത് കൊണ്ട് അത് നോക്കി കളിക്കാൻ ബേബീസിന് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നൈവുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ടൈമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോയ് കൂടിയായിരുന്നു കേട്ടോ ഇത്. കാരണം അതിൽ കിടത്തിക്കഴിഞ്ഞാൽ അതിൽ മ്യൂസിക് കേൾക്കാം. അപ്പോൾ അതിലിങ്ങനെ കാലിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന പോലെ അതിലിട്ട് ചവിട്ടി കളിക്കാറുണ്ട്. ആ മ്യൂസിക് കേൾക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചവിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് പറഞ്ഞതാണ് കേട്ടോ ഈ ഓബോൾ. ഇത് അവരുടെ ഹാൻഡ്സ് സ്ട്രെങ്തൻ ചെയ്യാനും ഓരോ ഒബ്ജക്റ്റും ഗ്രാബ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വൺ സ്റ്റാക്കിംഗ് ടോയ്സ് ആണ് കേട്ടോ. ബേബീസിന് സൈസ് ആൻഡ് ഷേപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോയ് ആണിത്. ഫ്യൂച്ചറിൽ ബേബീസിനെ പ്രോബ്ലം സോൾവിങ്ങിനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നൈവു ബേബിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇങ്ങനെ ഒരു കുട്ടി സൂക്കേസ് പോലെ വന്നിട്ട് അതിനകത്താണ് ഈ ടോയ്സ് വരുന്നത്. ഇതിൽ കുട്ടി കുട്ടി ആനിമൽസ് വേരിയസ് ഷേപ്സിലാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള. നെക്സ്റ്റ് വൺ ബുക്സ് ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും കുഞ്ഞു മക്കൾക്ക് എന്തിനാ ഇപ്പോഴേ ബുക്സ് കൊടുക്കുന്നതെന്ന്. ബേബീസിന് നേരത്തെ തന്നെ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ ഡെവലപ്മെൻറ്റിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ബേബിക്ക് വാങ്ങിക്കൊടുത്തതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടുകൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫസ്റ്റ് തന്നെ ഈ ബുക്കല്ല കേട്ടോ മേടിച്ചു കൊടുക്കേണ്ടത്. ബുക്സ് തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെൻസറി ബുക്ക്. ഇത് നല്ല സോഫ്റ്റ് ബുക്കാണ് കേട്ടോ. ബേബീസിന് ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സ് മനസ്സിലാക്കാനായിട്ട് ഈ ബുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതാണ് പീക്കപ്പ് ബുക്ക്. നമ്മുടെ പണ്ടത്തെ ഹാഡ് ആൻഡ് സീക്ക് പോലെ തന്നെയാണ് കേട്ടോ. വിഷ്വൽ ഡെവലപ്മെൻറ്റിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പം നൈവുവിൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഫീൽ ആൻഡ് ടച്ച് ബുക്ക്. ഇത് ഞാൻ കോംബോ ആയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിച്ചത്. വൈൽഡ് അനിമൽസും ഫാം അനിമൽസും അങ്ങനെ 2 ബുക്സ് ഒരുമിച്ചാണ് വരുന്നത്. ഫീൽ ആൻഡ് ടച്ച് ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഒരുപാട് അനിമൽസ് ഉണ്ട്. വൈൽഡ് അനിമൽസും ഉണ്ട്, അതുപോലെ തന്നെ ഫാം അനിമൽസും ഉണ്ട്. അപ്പോൾ ആ അനിമൽസിൻ്റെയൊക്കെ തന്നെ സെൻറ്ററിലായിട്ട് അവർ ഒരു ടെക്സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ അനിമൽസിൻ്റെ ടെക്സ്റ്റേഴ്സ് പോലെ അവർ ക്ലോത്തിൽ ടെക്സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ ആനിമലിനെ ടച്ച് ചെയ്യുന്നൊരു ഫീല് കിട്ടും. വേരിയസ് ടെക്സ്റ്റേഴ്സ് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ അതിലുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് അവരുടെ ഇമാജിനേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. I love to read, learn and know all about the world and where to go. Stories of the jungle world.
അടുത്തതാണ് മ്യൂസിക്കൽ ടോയ്സ്. മ്യൂസിക്കൽ ടോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് പലതരം സൗണ്ട്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. അവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും സെൻസറി ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മ്യൂസിക്കൽ ടോയ്സ്. പിന്നെ ഞാൻ വാവയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഈ യൂപ്പിലോ. ബേബീസ് ഇരുന്ന് കളിക്കാൻ തുടങ്ങുന്ന ടൈമിൽ അവർ ബാക്കിലോട്ട് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ യൂപ്പിലോ അവർക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് തന്നെ ആയിരിക്കും. ഇത് മാത്രമല്ല, ഈ യൂപ്പിലോ കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. പിന്നെ ബേബീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് മൂവിങ് ഒബ്ജക്ട്സ്. ഇതൊരു മ്യൂസിക്കൽ ഡക്കാണ് കേട്ടോ. അത് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂവിങ് ടോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അവരുടെ വിഷ്വൽ ഡെവലപ്മെൻറ്റ് ഒരുപാട് ഇൻക്രീസ് ആകും. ആ ഒബ്ജക്ട്സ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലോട്ട് ബേബീസ് നോക്കാൻ തുടങ്ങും. ബേബീസ് ഇരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഇതുപോലത്തെ ബേബി സീറ്റർ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലിരിക്കാൻ ബേബീസിന് വലിയ ഇഷ്ടമായിരിക്കും കേട്ടോ. നൈവൻ്റെ ഓരോ പ്ലേ ടോയ്സും ഓരോ ആൾക്കാർ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ക്രൗളിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മേടിച്ചതാണ്, മുട്ട ഉരയാതിരിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മേടിച്ച വേറൊരു ഐറ്റമാണ് ഈ ഹെൽമെറ്റ്. ക്രൗളിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ബേബീസ് ഒട്ടുമിക്ക ടൈമും നിലത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ തന്നെ മിക്കയിടത്തും പോയി തലയിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഹെൽമെറ്റ് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ടോയ്സ് പോലെ തന്നെ ബേബീസിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ബേബി പ്ലേമാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ടോയ്സും ഗിഫ്റ്റ് കിട്ടിയതാണ്. നൈവൻ്റെ അപ്പൂപ്പൻ, അമ്മുമ്മ, ഡാഡി, അങ്കിൾ, വല്യമ്മ അങ്ങനെ ഓരോ ആൾക്കാരും ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തതാട്ടോ. പ്ലേമാറ്റ് ഞാൻ ഓൺലൈനാണ് മേടിച്ചത്. ഇത് ഡബിൾ സൈഡാണ് കേട്ടോ വരുന്നത്. 2 സൈഡിലും 2 ഡിസൈൻസാണ് വരുന്നത്. ക്രൗളിങ് സ്റ്റാർട്ടാവുന്നവരെ ഇതിൽ തന്നെ കിടന്ന് കളിച്ചോളും. അത് കഴിയുമ്പോൾ പിന്നെ ഫ്ലോറിലോട്ടൊക്കെ പോയി തുടങ്ങും കേട്ടോ. പിന്നെ മേടിച്ചതാണ് ബാത്ത് ടോയ്സ്. ഇത് ബേബീസ് കുളിക്കുന്ന ടൈമിൽ ആ ടബിൽ ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ആ വെള്ളത്തിൽ കിടന്ന് ഫ്ലോട്ട് ചെയ്യുന്ന ടൈമിൽ ബേബീസിന് അതിൽ കളിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും കേട്ടോ. പൊതുവേ ബേബീസിന് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി ടോയ്സും കൂടി വരുമ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു എൻ്റർടൈനിങ് ആയിരിക്കും അത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.